ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് അവിട്ടം നക്ഷത്രമാണല്ലോ. അപ്പോൾ അവിട്ടം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കിന്നൊന്ന് ടാരോ റീഡ് ചെയ്ത് നോക്കാം, ഇന്നലത്തെ പോലെ തന്നെ. അപ്പോൾ എന്താ അവരുടെ ഇന്നത്തെ ഒരു സ്റ്റേറ്റസ്, ഇന്ന് അവരെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാം. അതിനു മുമ്പ് ഇന്ന് രാഹുകാലം എന്ന് പറയുന്നത് 12 മണി തൊട്ട് 1:30 വരെ, ഗുളികൈ 10:30 തൊട്ട് 12 മണി വരെ, യമകണ്ഠം 7:30 തൊട്ട് 9 മണി വരെ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കാർഡ്സ് സ്പ്രെഡ് ചെയ്ത് നോക്കാം. ഇന്നലത്തെ പോലെ തന്നെ നമുക്കൊരു 3 കാർഡ് സ്പ്രെഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി 22 മേജർ ആർക്കാന കാർഡ്സ് മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി മൈനർ ആർക്കാന കാർഡ്സും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അവരുടെ പേഴ്സണാലിറ്റി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മേജർ ആർക്കാന കാർഡ് ഒരെണ്ണം ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനൊരെണ്ണം ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ മേജർ ആർക്കാന കാർഡ്സ് ബാക്കിയുള്ള കാർഡ്സിൻ്റെ കൂടെ വെച്ച് ഷഫിൾ ചെയ്യാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നല്ലോണം ഷഫിൾ ചെയ്തിട്ട് 2 കാർഡ്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാർഡ്സ്. ഓക്കെ, ആദ്യം മേജർ ആർക്കാന കാർഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുള്ളത്. മൈനർ ആർക്കാന ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, അത് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, അതും റിവേഴ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ റീഡിംഗ് ആണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ ഇന്നത്തെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവർ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് വേണ്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ഉണ്ട്. യൂണിവേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യും എന്നാണ് കാർഡ് വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. അതും സ്ട്രെയിറ്റ് ആയിട്ട് അപ്രൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ശങ്കകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിച്ചാൽ മതി. അതിനുള്ള ഉത്തരം അവർക്ക് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്കുണ്ട്. പിന്നെ ഇന്ന് മോർണിംഗ് എന്ന് പറഞ്ഞ ഈസ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത്. പൈസയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് മോർണിംഗിൽ തുടങ്ങേണ്ട കാര്യങ്ങൾ. പിന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക. അത് ജോലിയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നല്ലോണം പൊസിഷൻ സൈസിങ് ഒക്കെ ചെയ്ത് വോള്യൂമൊക്കെ കുറച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പൈസയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി മോർണിംഗിൽ ചെയ്യാതിരിക്കാം. ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ് അതും റിവേഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബിസിനസ്സിനോ പൈസ ഇറക്കിയിട്ടുള്ള കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് അധികം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാർഡ്സ് പറയുന്നത്. പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചില കേസിൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കാർഡ്സ് ഇന്ന് റിവീൽ ചെയ്തിരിക്കണം ഇതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ യുക്തി പോലെ പ്രവർത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. We'll meet you tomorrow. Bye.